ഹായ് ഗായ്സ്, അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ദ ബേബി ഇൻ യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ ഫുള്ള് ഞാൻ കളിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഫുള്ള് ഞാൻ കളിച്ചിരുന്നു. അപ്പോൾ കളി മുഴുവൻ മനസ്സിലാക്കിയതുകൊണ്ട് നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചതാണ്. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കനൊക്കെ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും നിൽക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഞാൻ ഫുള്ള് കളിച്ച് തന്നെ കേട്ടോ. കളിച്ച് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് ഞാൻ കരുതിയത്. ഓക്കെ, അപ്പോൾ ദ ബേബി ഇൻ യെല്ലോ അതാണ് ഈ ഗെയിമിൻ്റെ. ആ ബേബിയാണ് നമ്മുടെ മെയിൻ. ഭയങ്കര സീനാണ് ബേബി കേട്ടോ. ഇതിലിപ്പോൾ 8% ചാർജുണ്ട്. അപ്പോൾ 8% കൊണ്ട് തന്നെ കുറച്ച് കളിക്കും. പിന്നെ അടുത്ത പാർട്ടായിട്ട് ഞാൻ വേറെ വീഡിയോ ആക്കിയിട്ട് ഞാനത് ഇടും കേട്ടോ. ഞാൻ വൈഫൈ ഓഫാക്കുകയാണ് ജസ്റ്റ്, കാരണം ആഡ് വരും എടുക്കുക. അപ്പോൾ ഇതൊരു ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ട് തന്നെ വൈഫൈ ഓഫാക്കിയിട്ടാണ് ഞാൻ ഇത് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നൈറ്റ് 3യിലാണ് എത്തിയത്. അപ്പം നമുക്ക് പകൽ ചാപ്റ്റർ സെലക്ട് ചെയ്യാം. അപ്പം ഞാൻ ഫസ്റ്റ് പാർട്ട് സെലക്ട് ചെയ്തു. അതുമുതലാണ് കളി തുടങ്ങുന്നത്. അത് കളിച്ചില്ലെങ്കിൽ ലാസ്റ്റ് ഒന്നും മനസ്സിലാവില്ല. അതങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത് പിന്നെ മുഴുവൻ കഴിഞ്ഞുകൊണ്ടാണ് സെലക്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇതാ Night 1, the sitter. It's time for bed, the child. Is that what you think? അതാണ്, അതായത് എന്തോ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കളിക്കാം. അപ്പോൾ ബേബി ഇവിടെ ഉണ്ട്. ബേബി ഗോസ്റ്റാണ് കേട്ടോ. ബേബി ഇട്ടിട്ടുണ്ടല്ലോ. ഫീഡ് ദ ബേബി, ഗെറ്റ് വാട്ടർ ഫ്രം ഫ്രിഡ്ജ്. അപ്പോൾ അതായത് ബേബിക്ക് പാല് കൊടുക്കാനാണ് വന്നത്. അത് ഫ്രിഡ്ജിലുണ്ടെന്നാണ് വന്നത്. നമുക്ക് പാൽ കൊടുക്കാം. ക്ലോസ് ചെയ്യാം കുട്ടിക്ക്. അപ്പോൾ പാല് കൊടുക്കണ്ടേ? ചെക്ക് സീനാണ് കേട്ടോ. എന്നാ അപ്പം തന്നെ നാറ്റിക്കും. കുട്ടിക്ക് ബെമ്പേഴ്സ് മാറ്റണം കേട്ടോ. ഇങ്ങനെയാണ് ഈ കുട്ടി. അപ്പം നമുക്കിവിടെ ഇരുത്താം. നമുക്ക് പെമ്പേഴ്സ് എടുക്കാം. പെമ്പർ തിരികുമ്പോൾ കുട്ടി അവിടെ ഉണ്ടാവില്ല. അതെനിക്ക് ഉറപ്പാണ്. കുട്ടി ഇവിടെയാണ് ഉള്ളത്. അപ്പം നിങ്ങളെല്ലാവരും കളിക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ചേഞ്ച് ബേബി, പിക്കപ്പ് ബേബി. അപ്പോൾ ബേബിനെ കിടത്തി ഉറക്കണം കേട്ടോ. ഉറക്കണം. ബേബിയുടെ റൂം ഇവിടെയാണ് കേട്ടോ. ബേബിയുടെ റൂം. അപ്പോൾ ബേബിനെ ഇവിടെ കിടത്താം. എനിക്കിത് വായിക്കാം കേട്ടോ. ദ പ്രിൻസ് ആൻഡ് ദ ക്യാറ്റ്. അതാണ് ഈ സ്റ്റോറി. ഇപ്പോൾ മതി, ഇതൊക്കെ കിടന്നാൽ അല്ല അടിച്ചു. അപ്പോൾ ബേബി കിടന്നുറങ്ങി. നമുക്ക് പോവാം. നമുക്ക് ടി വി ആണ് കേട്ടോ. ഇതെന്തെന്നാണ്? നമുക്ക് ടി വി ആണ് കേട്ടോ. വെയിറ്റ് ഫോർ പാരൻസ്, വാച്ച് ടി വി ഓൺ സോഫ. അതായത് പാരൻസിനെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ടി വി കാണിക്കാം. ഇവിടെ ഈ റാബിറ്റിന് ചിഹ്നം വന്നത് ഞാൻ മുഴുവൻ ഗെയിം കളിച്ച് ചെയ്യുന്നത് കൊണ്ടാണ്. അടുത്ത ലെവലൊക്കെ എത്തുമ്പോൾ ആ ചിഹ്നം അവിടെ ഉണ്ടാവും. അതെങ്ങനെ വരുന്നതാണ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതായത് നിങ്ങൾ ഫസ്റ്റ് ടൈം കളിക്കുമ്പോൾ ആ ചിഹ്നം ഉണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ മുഴുവൻ കളിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കങ്ങനെ കേട്ടോ. ഓക്കെ, അപ്പോൾ ബേബി കരയുന്നുണ്ട്. ബേബീനെ ഒന്ന് സമാധാനപ്പെടുത്താനാണ് പറയുന്നത്. നമുക്ക് ബേബീനെ സമാധാനപ്പെടുത്താം. ബേബി ഭയങ്കരമാണ്. ഇതിലെ മെയിൻ വില്ലൻ ഇതാ ബേബി ഉണ്ട്. ബേബി ഇങ്ങനെയാണ് കളിക്കുന്നത്. നമ്മൾ കളിപ്പിക്കും കേട്ടോ. ബേബി ഇവിടെയാണുള്ളത്, നിലത്ത് അല്ല താഴെ. ബേബീനെ ഒന്നും കൂടി കൊണ്ടുപോയി കിടത്തണം. എന്നിട്ട് ഒരു ക്യാറ്റിൻ്റെ ഇതുണ്ടാവും. അത് നമ്മൾ ആദ്യം വായിച്ച സ്റ്റോറി ഒരു ക്യാറ്റ് ആയിട്ടാണ്. ഇത് കണ്ടല്ലോ, ഒരു ക്യാറ്റിൻ്റെ സ്റ്റോറിയാണ് നമ്മൾ ആദ്യം വായിച്ചത് അല്ലേ? കണ്ടോ? അതുകൊണ്ട് ക്യാറ്റിൻ്റെ പാവനെ ഇട്ട് കൊടുക്കണം കേട്ടോ. എനിക്കിവിടെ ഇട്ട് കൊടുക്കാം. അപ്പം തന്നെ ബേബി സമാധാനപ്പെടും. നമുക്ക് പോവാം. താഴെ പോയിട്ട് ടി വി കാണാം. ചില്ലായിട്ട് വാച്ച്. ടി വി ആണ് സേഫ് സോഫ. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നില്ല മുയലിൻ്റെ ചിഹ്നം. നിങ്ങൾ ആ മുയലിൻ്റെ റാബിറ്റിൻ്റെ ആ ഒരു ലെവലെത്തുമ്പോഴാണ് ചിഹ്നം വരുള്ളൂ. അത് ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഫുള്ള് കളിച്ചതിനുകൊണ്ട് അങ്ങനെ ഫസ്റ്റ് ടൈം നിങ്ങൾ കളിക്കുമ്പോൾ അതുണ്ടാവില്ല കേട്ടോ. അപ്പം നോക്കി കളിക്കണം കേട്ടോ. ലോഡിങ്. Night 2, the child laughing. Look, it's funny. The sitter, I told you not to do that. ചെയ്യരുതെന്ന് പറഞ്ഞു. എന്താണെന്ന് നമുക്ക് അർത്ഥമൊന്നും പിടിയിട്ടിട്ടില്ല. എന്നാലും അപ്പോൾ ഇതാ ഫീഡ് ബേബി, ഗെറ്റ് വാട്ടർ ഫ്രം ഫ്രിഡ്ജ്. ഇങ്ങനെയാണ് അവിടെ ഉണ്ടാവില്ല മിൽക്ക്. അത് എനിക്കറിയാം. മിൽക്ക് ഉണ്ടാവുക ഈ ഒരു ഡ്രോയറിലായിട്ടാണ് മിൽക്ക് ഉണ്ടാവുക കേട്ടോ. ഇവിടെ പോയി ഇവിടെ ഉണ്ടാവേണ്ടതാണല്ലോ.
പക്ഷെ കാണുന്നില്ലല്ലോ. പാലിവിടെ ഉണ്ടാവുമല്ലോ. പാലിവിടെയാണ് ഉണ്ടാവുക. മാറുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം കളിക്കുമ്പോൾ അത് അവിടെയായിരുന്നു, ഇപ്പം അത് അവിടെ എത്തി കേട്ടോ. അപ്പം ബേബി ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ബേബിൻ്റെ മുഖം കണ്ടെത്തിയിരിക്കുന്നുണ്ട്. ബേബി നാട്ടിച്ചേട്ടോ. ഇനി അടുത്ത നമ്മൾ പാമ്പേഴ്സിൻ്റെ ബാക്കിൽ തന്നെ പായണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം എന്ത് സംഭവം, ഞാൻ കാണിച്ചു തരാം കേട്ടോ. പാമ്പേഴ്സിൻ്റെ ബാക്കിൽ തന്നെ നമ്മൾ പായണം. അല്ല, ഇതാണ് അവസ്ഥ. പാമ്പേഴ്സിൻ്റെ ബാക്കിൽ തന്നെ പായണം. കിട്ടില്ല അതിന്. പോയി. അപ്പം നമ്മൾ കിച്ചണിലേക്ക് ഞാൻ അടുക്കി വെച്ചൊക്കെ കളിക്കുന്നുണ്ട്. പാമ്പേഴ്സ് ഇതാ ഇവിടെ ഉണ്ട് കണ്ടോ. വേഗം അതിൻ്റെ ബാക്കിൽ തന്നെ പാനോ കിട്ടണം. അതൊരു സ്ഥലത്ത് വെച്ചാൽ നമുക്ക് കിട്ടും കേട്ടോ. ഈ റൂമൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ. അത് പോയി. പാമ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പം ഈ ഒരു റൂമ് ആ സമയത്ത് തുറക്കും. അപ്പം ഇതാ അങ്ങ് പോയി നമ്മളടിക്കുന്നില്ല കേട്ടോ. അതങ്ങനെയാണ് പാമ്പേഴ്സിന് കിട്ടുള്ളൂ. പിന്നെ ഇത് വൈകുന്നത് എമർജൻസി സിറ്റുവേഷൻ വരും, അപ്പം എടുക്കാൻ പറയും. ആ സമയത്ത് നമ്മൾ എടുക്കണം. ഓക്കെ, നാടോ നീങ്ങുന്നില്ല. അപ്പോൾ ഈ പാമ്പേഴ്സ് നമുക്ക് എടുക്കാം. ബേബി എവിടെ ഉണ്ടാവില്ല. എന്തുകൊണ്ടോ ബേബി ഇപ്പം നമ്മളെ കയ്യിൽ നിന്ന് മറിഞ്ഞു പോകും കേട്ടോ. ബേബി എവിടെ? ബേബിന് കണ്ണ് കണ്ടില്ലേ. ഒന്നുകൂടി കിടത്തി വെക്കണം. അല്ലാതെ ബേബിയാണ് കേട്ടോ. അത് കൊണ്ടെന്നാ ചെയ്യാം. ഇനി ഇതിന് ബുക്ക് വായിച്ചിടണം. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് ഒരു റാബിറ്റിൻ്റെ സ്റ്റോറിയാണ് കേട്ടോ. റാബിറ്റ് സ്റ്റോറി, ദ പ്രിൻസ് ആൻഡ് ദ റാബിറ്റ്, അതാണ് സ്റ്റോറി. വേണ്ടില്ല, കരഞ്ഞു. ഇനി ആ റാബിറ്റിൻ്റെ ബമ്മച്ച് നമ്മൾ എടുക്കണം. ഇത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ബുക്ക് വായിക്കണം കേട്ടോ. കിട്ടുന്നില്ലല്ലോ. നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം ബുക്ക്. ഇവിടെ ഇരിക്കാം. ഉറങ്ങി ബേബി. നമുക്ക് ടി വി കാണാം. ടി വി ഇപ്പം 6% ഉള്ളത് ചാർജ് കേട്ടോ. അയ്യോ, ഒരു പണിയാണ്. ബേബി സിറ്ററാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു ബേബി സിറ്ററൊക്കെ ആയി. പുറത്തൊരു പാഴ്ചൽ വന്നിട്ടുണ്ട്. ഞാൻ ഏത് റാബിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ഈ റാബിറ്റിൻ്റെ സിനിമയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പാഴ്ചൽ ഇത് നമ്മൾ കൊണ്ടുപോയി ടേബിൾ മേൽ വെക്കണം. വെച്ചു. ഇപ്പോൾ ടി വി ഒന്നും കൂടി കാണാം. ആ സമയത്ത് ബേബി എണീറ്റാൽ നൈറ്റ് 3. ഗുഡ് നൈറ്റ്. ഐ വിൽ ഷോ യു മൈ ഡ്രീംസ്. അതായത് ബേബീൻ്റെ ഡ്രീംസ് നമുക്ക് കാണിച്ചു തരാൻ പോവാണ്. അത് ഭയങ്കര കുറച്ച് പേടിയാവുന്നില്ല, പക്ഷെ എന്നാലും ഒരിതാണ്. അപ്പോൾ ഒന്നും കൂടി ടി വി ആണെന്നാണ് പറയുന്നത്. ബേബി കരഞ്ഞു. ബേബീനെ നമ്മൾ കൊണ്ടുപോയിട്ട് സമാധാനിപ്പിക്കണം കേട്ടോ. ഇവിടെ നിന്ന് കിച്ചനോട് കിച്ചനാണ്. ഡോർ തുറന്നിട്ട് ഡോർ എടുത്തിട്ട് പോകാനാണ് പറയുന്നത്. എന്നിട്ട് ചീസ് സംതിങ് ചിൽ ഔട്ട്, ബ്രെഡ് ടോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനാണ് പറയുന്നത്. നമുക്കുണ്ടെങ്കിൽ ബേബിക്ക് എന്താണോ നമുക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. ലാസ്റ്റ് ഇത് എന്ത് സംഭവിക്കുമ്പോൾ എനിക്കറിയാം. 5% ആയതുകൊണ്ട് തന്നെ ബ്രൈറ്റ്നസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാം. അപ്പം നമുക്ക് ഫസ്റ്റ് ഒരു ചീസ് എടുക്കാം. പിന്നെ തക്കാളി എടുക്കാം. പിന്നെ മഷ്റൂം എടുക്കാം. പിന്നെ നമുക്കൊരു എഗ് എടുക്കാം. ഒരു ഓണിയൻ എടുക്കാം. ഒരു ഉള്ളി എടുക്കാം. പിന്നെ നമുക്ക് ചിക്കനും എടുക്കാം.
നമുക്ക് ഞാൻ എന്തൊക്കെ ഒരു മുട്ടയും കൂടെ ആയിടാക്കണം. അത് വേണമെങ്കിൽ ഇടയ്ക്കാൻ മതി. പക്ഷേ എനിക്ക് ഉണ്ടോ ഇതിങ്ങനെയാണ് മുട്ടാക്കി എങ്ങനെ ഉണ്ടാവുക ഗായ്സ്. ഓ സോറി, ഒരു ബ്രെഡ് കൊണ്ട് വെക്കണം മുകളിൽ, എന്നിട്ട് ടോസ്റ്റ് ചെയ്യാം നമുക്ക് ബേബിയുടെ ഡ്രീം കാണിച്ചു തരാൻ പോവാണ് കേട്ടോ ഗൈസ്. അതായത് ബേബിക്ക് പാല് കൊടുക്കാനാണ് വന്നത്. അതിപ്പോൾ ഡോറ് ക്ലോസ് ആകും കേട്ടോ. ഇല്ല കാണിച്ചു തരാം. ക്ലോസായി. ഇനിയാണ് ഒറ്റപ്പാട്. ഇവിടുന്ന് ഞാൻ നട്ടുന്നത് ഇങ്ങോട്ട് എങ്ങനെ ഈ ഗെയിം ഞാൻ 2 പ്രാവശ്യം കളിച്ചു. പക്ഷെ എന്നാലും ഈ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ അടുത്ത് എത്തുമ്പോൾ എനിക്ക് ഒന്നും കിട്ടുന്നില്ല. ഡോർ എവിടെയാണെന്ന് പോലും ബോധമില്ലാതെ ആവും ഞാൻ. കിട്ടി, ഡോർ കിട്ടി. ഡോർ നമ്മൾ അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് കേട്ടോ. ചെക്കൻ ദേഷ്യം പിടിച്ച് കേട്ടോ. അത് നമ്മൾ കണ്ടില്ല, ഭീകരം ദേഷ്യം ചെക്കനായിട്ട് ചെയ്യുന്നു. ചെക്കനിന്ന് ഇപ്പം സീനാവും കേട്ടോ, സീനാവും. വാഴ ഇതിനെ കൊണ്ട് ഉപകാരമൊന്നുമില്ല കേട്ടോ. ഈ ബേബിനെ കൊണ്ട് വെറുതെ മനുഷ്യരിട്ട് കഷ്ടപ്പെടുത്തി ദ്രോഹിക്കുക. അപ്പം അതാണ് ഈ ബേബിൻ്റെ മെയിൻ പരിപാടി കേട്ടോ. ബേബിൻ്റെ ഡ്രീംസാണ് ഇതൊക്കെ. ബേബിൻ്റെ ഡ്രീംസ് നമുക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ മുകളിൽ പോയിട്ട് പറഞ്ഞിരുന്നില്ല എമർജൻസി സിറ്റുവേഷനിൽ അത് എടുക്കാൻ പറയും. നമ്മളിവിടെ ഈ ബേബിയുടെ വാരി വെച്ചോട്ട് പിന്നെയും ബേബി ചെയ്യാൻ പോവാണ്. നമുക്ക് ബേബീൻ്റെ അടുത്തേക്ക് പോവാം. ബേബീൻ്റെ ഡ്രീംസാണ് കേട്ടോ. ദ പ്രിൻസ് ആൻഡ് ദ ഷിപ്പ്. എന്താ പോലെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇനി ബേബീൻ്റെ ഡ്രീംസ് ആടിൻ്റെ ബമ്മച്ചി എടുത്ത് കൊടുക്കാനാണ് വന്നത്. എന്നിട്ട് ചോറ് കഴിക്കാനാണ് വന്നത് കേട്ടോ. ഒക്കെ ബേബീൻ്റെ ഡ്രീംസാണ്. ബേബി സീന ഗൈസ്. എന്താ ബേബിക്ക് ദേഷ്യം കണ്ട് ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ബേബിൻ്റെ ഡ്രീംസാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെയാണ് ചെറിയ കുട്ടിയുടെ ഡ്രീംസിൽ വരാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇതിൻ്റെ പാരൻസ് നമ്മളെ നന്നായിട്ട് പെടുത്തിയതാണെന്ന് തോന്നുന്നു കേട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്തായി ഗുഡ് നൈറ്റ് പോവാത്ത? പോ. ലോഡിങ്. മൂവ് നൗ അനദർ. ഇങ്ങനെയാണ് പറയുന്നത്. അകത്തേക്ക് അപ്പാർട്ട്മെൻറ്റ്. ഡോണ്ട് ഗോ അപ്സ്റ്റേഴ്സ്. അങ്ങനെ പലതും പറയും. എന്നാലും നമ്മൾ പോകണം കേട്ടോ. പോവുക ചെയ്യണം. അങ്ങനെയാണ് ചെയ്യണം. ആ സമയത്താണ് ഈ റാബിറ്റിൻ്റെ ചിഹ്നം വരാൻ പോകുന്നത് കേട്ടോ. അല്ലാതെ ഇത് മുമ്പേ വരില്ല. ഞാനിപ്പോൾ പറയാണ് വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല. അപ്പോൾ എലിവേറ്റർ അപ്പോൾ ഇതിൻ്റെ ബാക്കി പാട്ട് നമുക്ക് നാളെ കളിക്കാം. ബൈ.